ഇതെല്ലാം എനിക്ക് കിട്ടിയതാണ് കേട്ടോ. വീണ ഈ ആങ്കർ എന്ന് പറയുന്നതിന് മുമ്പ് 3 വയസ്സ് തൊട്ട് ഞാൻ എന്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഇതെല്ലാം ഇതിൽ ഒന്നും പ്രൈസ് കിട്ടാത്തായിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല. ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ജീവിതത്തിൽ കിട്ടിയ ഒരു ഗിഫ്റ്റും കൂടെ ഇവിടെ അച്ഛൻ എടുത്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിപ്പോ മൗനം പാലിക്കുന്നു. ഞാൻ കുഞ്ഞിലെ മുതൽ ഡാൻസ് ആയിരുന്നു, പിന്നെ കഥകളിക്ക്, മോഹിനിയാട്ടത്തിന്. യൂട്യൂബ് കൊടുത്ത പ്രൈസ് ഒരു ഇരിപ്പുണ്ട് ഗൈസ്, കണ്ടില്ലേ? കാരണം ആകെപ്പാട് അന്ന് നിർത്തിയതാ, പിന്നെ തുടങ്ങിയിട്ടില്ല വ്ളോഗിംഗ് ഒന്നും. അതിൽ ഏറ്റവും ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ഏതാന്ന് ഓർമ്മയുണ്ട്? ഇതായിരുന്നു എന്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ. ആണോ? 98 കേട്ടോ. ഇപ്പൊ എത്ര കാലമായി? 2008. 18. എന്തിനാ വെറുതെ കണക്കിൽ ഞാൻ പണ്ടേ ഭയങ്കര പുലി, അതുകൊണ്ട് വെറുതെ ഇതൊന്നും പറയല്ലേ. ഇതിന് കിട്ടിയ ഒരു കുഞ്ഞു ട്രോഫി ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കഥകളിക്കും മോഹിനിയാട്ടത്തിനൊക്കെ സ്റ്റേറ്റിൽ കിട്ടിയതാണ് ഇവിടെ മൊത്തം വച്ചേക്കുന്നത്. ഇത് കഥകളിയുടെ. അപ്പൊ പലരും വിശ്വസിക്കില്ല കഥകളി. പണ്ടേ ഒരു സകലകല വല്ലഭയായിരുന്നല്ലേ? ഡാൻസിലായിരുന്നു. സംസാരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. പിന്നെ ആങ്കറിംഗ് കയറിയപ്പോ പിന്നെ ആരും വിശ്വസിക്കാറില്ല വീണ ഞാൻ കഥകളി ചെയ്യുന്നൊന്നും പറഞ്ഞാലൊന്നും. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ നമ്മൾ വേറൊരു മുറി ഉണ്ടോ? അവിടെ എന്താ നടക്കുന്നത്? ഇത് ആക്ച്വലി ഇതിനൊരു കഥയുണ്ട് വീണ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അമ്മൂമ്മയുടെ റൂമായിരുന്നു എന്റെ. 11-12 വർഷത്തിന് മുമ്പാണ് മരിക്കുന്നത്. അപ്പം മരിക്കുന്നതിന് മുമ്പ് വരെ ഞാനും അമ്മൂമ്മയൊക്കെ കിടന്നിരുന്ന ഈ റൂമിലായിരുന്നു. അമ്മൂമ്മ വലിയ അമ്മൂമ്മക്കുട്ടിയായിരുന്നു. കാരണം ഞാൻ 3 വയസ്സ് തൊട്ട് അമ്മൂമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പം അമ്മൂമ്മയുടെ ഒരു ഫീലാണ് എനിക്ക് ഈ റൂമിൽ കയറുമ്പോൾ. ഇപ്പം പക്ഷെ എന്റെ ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് അതിലും നമ്മുടെ ഷൂട്ടിന്റെ കോസ്റ്റ്യൂംസ് മൊത്തം ഇതിലുമാണ്. ട്രോളി ബാഗ് വെച്ചിട്ടുണ്ട്. നമുക്ക് അബ്രോഡ് പോകുമ്പോൾ പെട്ടെന്ന് ഈ ട്രോളിയും കൂടെ എടുത്തോണ്ട് പോകാനായിട്ട്. എല്ലാം സെറ്റ് ആണ് ഇവിടെ ഗൈസ്. പിന്നെ ഈ ഗസ്റ്റുകൾ വരുമ്പോ ഞങ്ങൾ പറയും ഇത് അമ്മൂമ്മയുടെ റൂമായിരുന്നു, അപ്പൊ രാത്രി അമ്മൂമ്മ ഒന്ന് ശല്യപ്പെടുത്തിയാലും ഒന്നും തോന്നരുത് എന്നൊക്കെ പറയേ. ഞാൻ കാണുന്നത് എന്താണെന്നറിയും, ഇവിടെ രാവിലെ ആവുമ്പോ അവർ ഈ ദിവാനിൽ കയറി കിടക്കുന്നുണ്ടാവും ഈ റൂമിൽ എണീറ്റിട്ട്. ചേട്ടനോടും അങ്ങനെ പറഞ്ഞിരുന്നോ? എനിക്ക് സംശയമുണ്ട്. ഈ ഭാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? അമ്മൂമ്മയുടെ റൂമാണ്, അമ്മൂമ്മ രാത്രി വന്ന് ഉപദ്രവിക്കുന്നൊക്കെ. അല്ല, വെറുതെ ആണ്. ഞാൻ കിടക്കത്തില്ല. എനിക്ക് രണ്ടുപേരും കിടന്നിട്ടുണ്ടോ അതിനകത്ത്? ഞാൻ വിഷ്ണു കൂടെ ആയപ്പോ എനിക്ക് ഓക്കെയാ. നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് എനിക്ക് പറ്റത്തില്ല. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ മാത്രമേ അമ്മമ്മ വന്ന് കമ്പനി വരുള്ളൂ അല്ലേ? എനിക്ക് എന്തോ പെട്ടെന്ന് രാത്രിയൊക്കെ എണീക്കുമ്പോഴേ ആ ഒരു റൂമിന്റെ ഒരു ഇതൊക്കെ നമുക്കൊരു എന്തോ ഒരു ഫീല് വരും. ഇതാണ് ഞങ്ങൾ TV വാച്ചിങ് സ്പേസ്. ഇതാണ്. അപ്പോ ഇത് ഞാൻ പറഞ്ഞേ നമ്മുടെ കല്യാണ സമയത്ത് വിഷ്ണു മേടിച്ചതാണ് ഈ സംഭവം. ഫുള്ള് ഞങ്ങളുടെ ഫോട്ടോസ് വെക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ അതിന് വേണ്ടിയിട്ടാണോ ചേട്ടാ വാങ്ങിച്ചത്? ചേട്ടൻ സത്യസന്ധമായിട്ട് പറ, ഫോട്ടോ വെക്കണമെന്ന് ആഗ്രഹിച്ചാണോ? ആ ആഗ്രഹം വീരയുടെ ആയിരുന്നല്ലോ. ഞാൻ ഫോട്ടോസ് ഒക്കെ വെക്കാം, പക്ഷെ ഇന്ന് വരെ ഒരു ഫോട്ടോ പോലും വെച്ചിട്ടില്ല. പിന്നെ മാസ്ക് വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ഫുള്ള് മാസ്ക്, പിന്നെ ഫുള്ള് സൺഗ്ലാസസ്. ഇത്രയും സൺഗ്ലാസുകൾ ഞങ്ങൾ കണ്ട മറ്റൊരു വീട് എന്ന് പറയുന്നത് ആക്ടർ ബാലയുടെ വീടായിരുന്നു. അതിനുശേഷം സോ മെനി സൺഗ്ലാസസ്. അല്ല, എനിക്ക് എന്താണെന്നറിയോ വീണ, ഐ ലവ് ദിസ് കൈൻഡ് ഓഫ് നമ്മൾ ഈ പുറമേക്ക്